രവി, നീ ഒരു സൂര്യനാണ്. അവൾ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു കുഞ്ഞു ഗ്രഹം. അത്രേ ഉള്ളൂ. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാതെ പോകുന്നതാ നിന്റെ പ്രശ്നവും. സോറി, നീ മനുഷ്യരെ കാണുന്ന രണ്ട് തട്ടുകൾ എന്റെ മനസ്സിലില്ല. ശ്രീലക്ഷ്മി നല്ല പെൺകുട്ടിയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയണം. പക്ഷെ നീ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവൻ. സോറി, ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. നോ രവി, എനിക്കെന്റെ അഭിപ്രായം വളരെ ക്ലിയറാണ്. അവളുടെ പ്രണയം വെറും ഫേക്കാണെന്നും ഇപ്പോഴീ കാണിക്കുന്നത് മുഴുവനും നിന്നോടുള്ള വെറും ആകർഷണം മാത്രമാണെന്നും ഞാൻ പ്രൂവ് ചെയ്തുതരാം. എന്തു പറയുന്നു? 100%. ശരി, ശ്രീലക്ഷ്മിക്ക് എന്നോടുള്ള പ്രണയം ഇതുപോലെ തനി തങ്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അല്ല എന്ന് നീ തെളിയിച്ചാൽ ഇതും തനി തങ്കമല്ല എന്ന് ഞാൻ സമ്മതിക്കും. നീ അത് തെളിയിക്കുന്നത് വരെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. കാണാം നമുക്ക്. അല്ല, ശ്രീലക്ഷ്മി മാഡം ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അല്ല സർ, സാർ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്? ഓഹോ, ശരി. ചില കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല. കാണിച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ. ഇപ്പൊ മനസ്സിലായോ മാഡം ആരാണ് കോട്ട തകർത്ത് രവിവർമ്മന്റെ അടുത്ത് കയറിയിരിക്കുന്നതെന്ന്? ഈ ഫോട്ടോ ഞാനെടുത്തതല്ല. രവിവർമ്മൻ സാറിന്റെ ജീവൻ എടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വാടക കൊലയാളി എടുത്തതാണ്. എ പ്രൊഫഷണൽ കില്ലർ ഫ്രം മുംബൈ. മറ്റന്നാ ശമ്പളം കിട്ടില്ലേ? അത് വേണ്ട സരോജം. മോളുടെ ശമ്പളത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് പൈസ ഒന്നും ചെലവാക്കണ്ട. മോൾക്ക് വേറെ ചെലവുകൾ വരാൻ പോവല്ലേ? അതെനിക്കറിയില്ലേ. പലിശയും പലിശയുടെ പലിശ ഇട്ട് കൂട്ടണ്ടെന്ന് കരുതിയ തൽക്കാലം അവളുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞത്. ആ, ഞാൻ ചായ എടുക്കാം. രാജാറാം സാർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് ഈ ഓഫീസിൽ പോകും? എന്നെ കാരണം രവി സാറിന്റെ ജീവൻ അപകടത്തിലാന്നാ പറയുന്നത്. ഞാൻ കാരണം എന്തെങ്കിലും സംഭവിച്ച സാറിന് എന്നോടുള്ള വിശ്വാസത്തെ ഞാൻ ദ്രോഹിക്കുന്നത്. പക്ഷെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. അച്ഛനും അമ്മയും എന്റെ ശമ്പളം കൂടെ വീട്ടു ചെലവിന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ അവിടെ നിന്നും രവിവർമ്മൻ സാറ് കാണില്ല. സാറില്ലാത്തൊരു ഓഫീസിൽ എനിക്ക് എങ്ങനെ ജോലി ചെയ്യാനാവും? ഓ, ആലോചിച്ചിട്ട് തന്നെ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ. ഒരു കാര്യം ചെയ്യാം, സാറിനൊരു കത്തെഴുതാം. ഇങ്ങനെ ഒരു താളപ്പിഴ എന്റെ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു.
എന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല അങ്കിൾ. പറയാം. എന്റെ മോളോട് ഞാനിതുവരെ ഒന്നും അരുതെന്ന് പറഞ്ഞിട്ടില്ല. അവൾ നന്നായിട്ട് പഠിക്കണം, ഡിഗ്രി എടുക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിതുവരെ അർഹിക്കാത്തതൊന്നും എന്റെ മോൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവൾ കുറെ നാളായി ഏതോ മായാലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ അമ്മ എന്നതിലുപരി വേറെ എന്തിലോ അടിമപ്പെട്ടുപോയോ എന്നൊരു സംശയം. ഇതെല്ലാം അങ്കിളിന്റെ തോന്നലാ. ഒരു കാര്യം ഞാൻ അങ്കിളിന് ഉറപ്പ് തരാം, അവൾ അങ്കിളിന്റെ വാക്കിനപ്പുറം പോവില്ല. എനിക്ക് നിശ്ചയമുള്ള കാര്യം അത്. സന്തോഷം. ഏതായാലും ഞാൻ ഒന്നിനെ കുറിച്ചും അവളോട് നേരിട്ട് ചോദിക്കുന്നില്ല. നീ തന്നെ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നോടൊന്ന് പറയണം. ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഒരു ഭർത്താവായും അച്ഛനായും ഞാൻ ഒന്നിനു വേണ്ടിയും തോൽക്കാൻ തയ്യാറല്ല. തോറ്റാൽ അവിടെ തീരും ഈ സുദർശന്റെ ജീവിതം. അങ്കിൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പ്രത്യേകിച്ച് ശ്രീയുടെ കാര്യത്തിൽ ഒരു മുൻധാരണയും വേണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം അന്നും ഇന്നും എന്നും അവളുടെ സൂപ്പർ ഹീറോ അങ്കിള് തന്നെയാ. അതെനിക്ക് ഉറപ്പായും പറയാൻ പറ്റും. പിന്നെ ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു ദിവസം വീട്ടിൽ തന്നെ ഇരുന്നതിന്റെയും പഠിത്തത്തിന്റെയും എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആവും. അല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടാവാൻ ഇടയില്ല അങ്കിൾ. മോള് പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിലും സത്യമാണെങ്കിലും ഒരച്ഛന്റെ വേവലാതി ഒരിക്കലും മാറില്ല മോളെ. അമ്മേ, വണ്ടി റെഡിയായി. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഞാൻ പോയിട്ട് വരാം. അയ്യോ അമ്മേ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രേഖയും കൂടെ വരുമായിരുന്നല്ലോ. ഇന്ന് അമ്പലത്തിൽ പോണോന്ന് ഇന്നലെ അവള് പറഞ്ഞു കേട്ടതാ. രേഖ വേണേ സ്വന്തമായിട്ട് പോട്ടെ. ഞാൻ ഈ പോകുന്നത് ഒരു പ്രത്യേക ദർശനത്തിനാ. ദേവി നല്ലതാണെങ്കിൽ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. രവിയുടെ ചെടിയിൽ വിടരുന്ന പൂക്കൾ ആ ദേവിക്ക് മാലയായി ചാർത്തിക്കളയാം. പോയി കാണട്ടെ ഞാനൊന്ന്. അമ്മയല്ലേ പോയത്? അതെ സാർ. എവിടേക്കാ പോയത്? അറിയില്ല സാർ. പിന്നെ താനൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കഷ്ടം. ഹലോ. ആ ബാലമാമ, അമ്മ എവിടേക്കാ പോയതെന്നറിയാമോ? ഇല്ലേ രാജാറാം സാറേ. പിന്നെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ കാണാൻ പോകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. രണ്ടുപേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിനി വർമ്മൻ ഗ്രൂപ്പിലേക്ക് ജോലിക്ക് പോകുന്നില്ല. വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുകയാണ്.
അതെന്തിനാ? ഓ, കല്യാണം ആലോചിക്കുന്നുണ്ടായിരിക്കുമല്ലേ? എന്ത് കല്യാണം ആലോചിക്കുന്നോ? ഒന്നുമില്ല, ഞാനത് നിനക്ക് ഭാവിയിൽ കല്യാണം ആലോചിക്കുമ്പോ. നേരം വെളുത്ത അമ്മയ്ക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ സംസാരിക്കാനുള്ളൂ. അതിന് ഞാനെന്ത് കുഴപ്പം പറഞ്ഞു എന്നാ നീ പറയുന്നേ? അമ്മയല്ലേ ഇപ്പൊ കല്യാണ കാര്യം പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ആർക്കും അതിന് അത്യാവശ്യം? ശരി ശരി ശരി, അത്യാവശ്യമൊന്നുമില്ല, നീ അത് വിട്. ഇപ്പൊ നിനക്കെന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല അച്ഛാ. എക്സാം കഴിഞ്ഞു, ഉടൻ റിസൾട്ട് വരും. അപ്പോ വേറെ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. ഇപ്പോഴത്തെ കമ്പനിയിൽ എന്നും ഒരുപാട് ടെൻഷൻസാ. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഞാൻ ആലോചിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തോന്ന് സരോജ നീ രാവിലെ തന്നെ? അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. കല്യാണം കഴിഞ്ഞാ ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലാന്ന് ഞാൻ അവളോട് പറയാൻ വന്നതാ. അതിപ്പോ പറയേണ്ട കാര്യം എന്താണ്? നിർത്തി, ഞാൻ നിർത്തി. ഇനി ഈ വീട്ടിൽ ഒരക്ഷരം ഞാൻ മിണ്ടില്ല. ഞാൻ മിണ്ടുന്നതാണല്ലോ ഇവിടുത്തെ കുഴപ്പം. ശ്രീ, എന്താ നീ പറയുന്നത്? ഇനി ഓഫീസിൽ പോകുന്നില്ലെന്നോ? ഞാൻ പറഞ്ഞില്ലേ, രാജാറാം സാർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്നെ കാരണം രവി സാറിന്റെ ജീവൻ അപകടത്തിലാവും കൃഷ്ണ. ഞാൻ കാരണം സാറിന് ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല കൃഷ്ണ, സഹിക്കാൻ പറ്റില്ല. ശ്രീ നിക്ക്. നീ ഇതെവിടെ പോകുന്നേ? ശ്രീ, നമസ്കാരം. ഈശ്വരിയമ്മ ഇവിടെയൊക്കെ വരാറുണ്ടോ? ഞാൻ എല്ലായിടത്തും ഉണ്ടാകും മകളെ, അതാണ് എന്റെ നിയോഗം തന്നെ. അല്ല, സന്തോഷത്തോടെ വന്നിട്ട് ഫലം കാണാതെ മനസ്സ് വേദനിച്ചാണല്ലോ ഈ മടക്കയാത്ര. അതെ ഈശ്വരിയമ്മ, ഒരു പെൺകുട്ടിയെ കാണാൻ വന്നതാ. പക്ഷെ ആ കുട്ടിയുടെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മടങ്ങേണ്ടി വന്നു. സാരമില്ല, ആ പെൺകുട്ടിയെ കാണാൻ പറ്റാത്തത് താൽക്കാലികമാണ്. താമസിയാതെ ആ പെൺകുട്ടി നിങ്ങളുടെ മനസ്സിൽ എന്നേക്കുമായി സ്ഥാനമുറപ്പിക്കും. ആ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നാൽ മതി. അതിനുവേണ്ടി ദേവിയോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനകൾ ഫലമുണ്ടാക്കും. സംഭവിക്കേണ്ടത് നല്ലതാകുമ്പോൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചേ പറ്റൂ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മേ ദേവി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ. നീ എന്താ ശ്രീ പറയുന്നേ? ഈ ജോലി മതിയെന്നോ? നീ നേരിട്ട് കേട്ടതല്ലേ രാജാറാം സാർ പറഞ്ഞത്? ഒരാൾ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ തടസ്സം നിൽക്കുമ്പോ ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും കൃഷ്ണേ? അവിടെ വെച്ച് ഞങ്ങള് മുഖാമുഖം കാണേണ്ടവരല്ലേ? എന്നുവെച്ച് ശ്രീ, നീ ഓഫീസിൽ പോകാതിരുന്ന ശരിയാവില്ല. എല്ലാവരുടെയും മോഹ വർമ്മ ഗ്രൂപ്പില് ഒരു ജോലി കിട്ടാൻ. ആ ജോലി റിസൈൻ ചെയ്യാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ദീപു പറഞ്ഞതാ ശരി. നോക്കു ശ്രീ, ഒന്ന് നീ മറക്കരുത്. എന്ത് ഭൂലോക പ്രശ്നമുണ്ടെങ്കിലും രവി സാറിനോട് നേരിട്ട് പറയണമെന്ന് സാറ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ സാറിനോട് സംസാരിക്കാതെ ജോലിക്ക് പോവാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇതൊരു ഒളിച്ചോട്ടമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ പിന്മാറി മാളത്തിലേക്ക് ഒളിക്കുന്നത് വെറും ഭീരുത്വമാണെന്നേ ഞാൻ പറയൂ. ഇവിടൊന്നും പരിചയമുള്ള ആരെയും കാണുന്നില്ലല്ലോ. ആര് വന്നാലും ഇല്ലെങ്കിലും ആ സാൻഡ്ര മാഡം മാത്രം മുന്നിൽ വന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. നേരെ അങ്ങ് സാറിന്റെ ക്യാബിനിലേക്ക് പോകാനും തോന്നുന്നില്ല. ഞാൻ അയച്ച മെസ്സേജസ് രവി സാർ നോക്കാത്ത എന്താണോ എന്തോ. ഫോൺ വിളിക്കാന്ന് വെച്ചാ രാജാറാം സാർ അറിഞ്ഞത് വിഷയാവുകയും ചെയ്യും. ഏതായാലും ഇതുവരെ പരിചയമുള്ള ആരെയും കണ്ടില്ല. വന്നതുപോലെ അങ്ങ് തിരിച്ചു പോയല്ലോ.
രാജാറാം സർ പറയുന്നതൊന്നും കേട്ട് നീ ടെൻഷൻ അടിക്കണ്ട. നീ എന്ത് തീരുമാനിച്ചാലും ആദ്യം രവിവർമ്മൻ സാറിനെ കണ്ട് സംസാരിക്കണം. എന്തുണ്ടെങ്കിലും സാറിനോട് പറയണം. നീ ധൈര്യമായി പോയി സാറിനോട് സംസാരിക്കേ പ്ലീസ്. തിരികെ പോകാൻ പാടില്ല. വന്ന കാര്യം നടത്തിയിട്ട് മതി മടക്കം. ശ്രീലക്ഷ്മി മാഡം, എക്സാം കഴിഞ്ഞായിരുന്നോ? ആ നജീബിക്ക, എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഓഫീസിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. നജീബിക്കയ്ക്ക് ഈ കത്തൊന്ന് രവിവർമ്മൻ സാറിന് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അത് മാഡം, സാർ ക്യാബിനിലുണ്ടല്ലോ, ഒന്ന് കേറി കണ്ട് നേരിട്ട് കൊടുത്താ പോരെ? ഇല്ല നജീബിക്ക, അച്ഛനും അമ്മയും താഴെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യാ. അത്യാവശ്യം ഒരു യാത്ര. ഒന്ന് കൊടുത്തേക്കുവോ സാറിന് പ്ലീസ്? ശരി മാഡം. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ബീച്ച് റോഡിലുള്ള വിന്റർ ഗാർഡൻസിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്യാവശ്യമാണ്. ദയവ് ചെയ്ത് വരാതിരിക്കരുത്. ശ്രീലക്ഷ്മി. ഓ മൈ ഗോഡ്, ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവള് തന്നെ എന്നെ കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. ഇതാണ് എല്ലാം തുറന്നു പറയാൻ പറ്റിയ അവസരം. അവൻ കട്ടിയാണല്ലോ. ഇത് നേരെ പോകുന്ന ലക്ഷണമില്ല. ശ്രീലക്ഷ്മി. സാർ. നന്ദൻ, നീ എന്താ ഇവിടെ? അത് കൊള്ളാം. താനല്ലേ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞേ? മൈ ഗോഡ്, ഞാനോ? അതെ, താനല്ലേ എനിക്ക് ലെറ്റർ തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന്. ലെറ്റർ? അത് പിന്നെ സത്യത്തിൽ ഞാൻ തന്നെ കണ്ട് സോറി പറയാനിരിക്കായിരുന്നു. പക്ഷേ താൻ തന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞ് കത്ത് തന്നത് നന്നായി. അതാ ഞാൻ വന്നത്. നന്ദൻ എന്തായി പറയുന്നേ? ഇത് തമാശ പറയാനുള്ള സമയമല്ല. അല്ല ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞത് തമാശയല്ല. ഇൻഫാക്ട് എന്റെ ജീവിതം വലിയൊരു കഥയാണെന്ന് പറയാം. തന്നെ കണ്ടതിന് ശേഷം ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നുമില്ല. ഐ ഹാവ് നോ വൺ. ആക്ച്വലി ഞാനിവിടെ വന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. പക്ഷേ തന്നെ പരിചയപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയത് നല്ലൊരു സുഹൃത്തിനെയാണ്. അതിലൂടെ എന്റെ ലക്ഷ്യം തെറ്റാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ തന്നെ പോലെ നല്ലൊരു കുട്ടിക്ക് ഞാൻ ഒരിക്കലും ചേരില്ല ശ്രീലക്ഷ്മി. സോ ഐ എം സോറി ശ്രീലക്ഷ്മി. ഞാൻ ഇവിടെ വിട്ട് പോവാ. There is no coming back now. സോറി നന്ദൻ, നീ ഈ പറയുന്നൊന്നും എനിക്ക് നേരെ മനസ്സിലാവുന്നില്ല. നീ എവിടെ പോന്നു? എന്തിന്? എന്താ ഇവിടെ ഇപ്പൊ നിന്റെ പ്രശ്നം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ തനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. കാരണം ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ഹലോ നന്ദൻ, ടെൽ മീ, വേർ ആർ യു? പെട്ടെന്ന് എന്താ ഓഫീസിൽ നിന്ന് പോയത്? എന്തുപറ്റി? സോറി മാഡം, ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നു. ഇപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ മാഡത്തിന് ഫോൺ ചെയ്തത്. ഏയ് കം ഓൺ, യു സൗണ്ട് സോ സീരിയസ്. എന്താ ഇത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യം? വാട്ട്സ് ഹാപ്പനിങ്? മാഡം, അത് ഞാൻ നമ്മുടെ കമ്പനി വിട്ട് പോവാണ്. ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തു. വാട്ട്? നന്ദൻ എന്താ ഈ പറയുന്നേ? ജോലി റിസൈൻ ചെയ്യുന്നോ?
But why? What's the reason? അത് പിന്നെ രാജാറാം സർ, നോ. ജെയിംസ് ബോണ്ട്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ പ്രിയപ്പെട്ട ജെയിംസ് ബോണ്ട്? അതാണ് ഞാൻ. അപ്പൊ എങ്ങനെയാ, നമ്മൾ പോവുകയല്ലേ? എന്താടാ നാവിറങ്ങിപ്പോയോ? നീ വാ, ടോം ആൻഡ് ജെറിയുടെ പുതിയ എപ്പിസോഡ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കമ്പനിയിൽ കാലുകുത്തിയ ദ വെരി ഫസ്റ്റ് ഡേ, ദ വെരി ഫസ്റ്റ് മൂമെന്റ് എനിക്ക് മനസ്സിലായി നീ ഒരു പക്ക ഫ്രോഡാണെന്ന്. എടുത്ത് കേട്ടടാ വണ്ടിയില്. ഹലോ, ആരെങ്കിലും സഹായിക്കണേ? ആരെങ്കിലും ഒന്ന് സഹായിക്കുവോ? ഒന്ന് റോഡ് കടക്കാൻ സഹായിക്കാവോ? ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് സഹായിക്കാവോ പ്ലീസ്? ഹലോ. വരൂ. സർ. താങ്ക് യു. സർ, സാറിന് എവിടെയാ പോവേണ്ടത്? ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയാവോ? വരൂ സർ, ഞാൻ കൊണ്ടുവിടാം. ഭാവിയിൽ നീ ആരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ ചരിത്രം അന്വേഷിക്കും. നിന്റെ വിശ്വാസം നിന്നെ ചതിക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ ടാലന്റ് ഉപയോഗിച്ച് വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് എന്റെ ജീവിത ലക്ഷ്യം നേടണമായിരുന്നു. വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡേറ്റാസ് ചോർത്തി കൊടുത്താൽ എന്നെ വിദേശത്തേക്ക് പറഞ്ഞയക്കാമെന്ന് GD വാക്ക് തന്നു. നിയമക്കുരുക്കിൽ കിടക്കുന്ന എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ പ്രോപ്പർട്ടിയും തിരിച്ചു പിടിച്ചു തരാമെന്ന് പറഞ്ഞു. കൊള്ളാം. എന്നിട്ടും നീ പിന്നെ എന്തുകൊണ്ടാ GDയെ സഹായിക്കാത്തത്? GDയെ സഹായിക്കാൻ ഇവൻ തെരഞ്ഞെടുത്ത വഴി ഇവൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ശ്രീലക്ഷ്മി എന്ന വഴി. Am I right? എന്ത് പറ്റി മാഡം? വളരെ ഡള്ളായിരിക്കുന്നല്ലോ. എന്താ, സുഖമില്ലേ? എപ്പോഴും സന്തോഷമായിട്ടിരിക്കും മാഡം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിന് ധൈര്യത്തോടെ നേരിടണ്ടേ? എന്നിട്ട് ഒരു മുഖപ്രസാദമില്ലല്ലോ മാഡത്തിന്. എന്തു പറ്റി മാഡം? ആരെങ്കിലും മാഡത്തിന് ഉപദ്രവിച്ചോ? എന്തുണ്ടെങ്കിലും പറയൂ മാഡം, എന്നെ ഒരു സുഹൃത്തായിട്ട് കരുതാം. ഞാൻ അല്പം മുമ്പ് ഒരു ബ്ലൈൻഡായ മനുഷ്യനെ കണ്ടു. നിങ്ങളെപ്പോലെ തന്നെ താടിയും മീശയൊക്കെ നരച്ചൊരു മനുഷ്യൻ. അയാൾ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു. പിന്നീട് അയാളെ കണ്ട ശേഷം എന്റെ ബാഗിൽ നിന്ന് എനിക്കൊരു കുറിപ്പും കിട്ടി. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുന്നു. ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി മാഡം. മാഡത്തിന്റെ മനസ്സ് വളരെ സോഫ്റ്റ് ആണ്, അതാണ് കാരണം. മാഡം, ഇനിയൊരു സത്യം പറയട്ടെ. ചെറുപ്പക്കാർക്ക് എപ്പോഴും അനുഭവം കുറവായിരിക്കും.
എനിക്ക് മാഡത്തിനേക്കാൾ ഒരുപാട് പ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ആ അന്തം പറഞ്ഞത് എന്താണെങ്കിലും അത് മാഡത്തിന് വിശ്വസിക്കാം. കാരണം ഈ അന്ധന്മാർക്ക് പുറംകാഴ്ചയില്ലെങ്കിലും അപാരമായ ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അത് സത്യമായിരിക്കും. അല്ല, ആ അന്ധം മാഡത്തിനോട് എന്താ പറഞ്ഞേ? അത് പറഞ്ഞില്ലല്ലോ. എന്താടാ മുഖത്ത് കണ്ണില്ല നിനക്ക്? കണ്ണില്ലാത്തത് നിനക്കാ. നേരെ വളയം പിടിക്കാൻ പഠിക്ക്. ഇടതുവശം കൂടെ വേണം വണ്ടി ഓടിക്കാൻ. പോട്ടെ, നമുക്ക് വണ്ടി എടുക്കാം. വലതുവശത്തോട് വണ്ടി ഓട്ടിച്ച് താൻ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല, നെഞ്ചി കൂടെ കയറ്റി ഇറക്കും, അത്ര തന്നെ. എന്നാ കയറ്റിറക്കാൻ വേണം. ഷട്ട് ചെയ്ത് കൈയിട്. എടുത്തില്ലെങ്കിൽ അങ്ങോട്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ നേരിട്ട് കോളനിയിൽ സുദർശനം വീട്ടിൽ ശ്രീലക്ഷ്മി തന്നെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? നിനക്കിത് എന്തു പറ്റി? നേരെ സന്ധ്യ ആകാറായപ്പോഴിനി കള്ളു കുടിച്ച് സ്വബോധയില്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. സോറി, എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു. ആര് പറയുന്ന ശരി, ആര് പറയുന്ന തെറ്റ്, ഒന്നും അറിയാൻ പറ്റുന്നില്ല. നീ പറഞ്ഞതുപോലെ ഞാനൊരു തരം സ്വബോധമില്ലാത്ത അവസ്ഥയില. എന്റെ ദൈവമേ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നീ ഡിപ്രഷനിലേക്ക് വീണു പോകുന്ന എന്റെ സംശയം. കൃഷ്ണേ, ദാ വരുന്നു. ഗ്രേറ്റ് ന്യൂസ്. അതെ, അവൻ മൂർഖനാ. മൂർഖൻ പാമ്പ്. നന്നായി സൂക്ഷിക്കണം. യാതൊരു കാരണവശാലും അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ ഉടനെ എത്തും. ഓക്കെ സർ. എന്താ ന്യൂസ്? ദ മോസ്റ്റ് അവൈറ്റഡ് ന്യൂസ്. നമ്മുടെ കുട്ടികൾ നേരിട്ട് ജിഡിയെ പിടികൂടി. അവൻ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ കൗശലപൂർവമായൊരു അറ്റാക്ക്. പെട്ടെന്ന് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവൻ നമ്മുടെ ശ്രീലക്ഷ്മി മേഡത്തിനെ ഇന്ന് കൈകാര്യം ചെയ്തേനെ. കൊന്നു നിന്നോട് പ്രതികാരം ചെയ്യാൻ. യെസ്, അവൻ മേഡത്തിന് ഏതോ കൗശലം പറഞ്ഞ ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പണ്ട് പരീക്ഷയ്ക്ക് കോളേജിൽ കൊണ്ടുവന്നില്ലേ, അതേ ടാക്ടിക്സ്. ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് തന്നെ നമ്മുടെ പിള്ളേര് തടഞ്ഞു. രവി, നീ വീട്ടിലേക്ക് വെക്കോ, ഞാൻ നിന്നെ വിളിക്കാം. എവിടേക്ക് അവനെ കൊണ്ടുപോയത്? നമ്മുടെ കിഴക്കമ്പലം ഗോഡൌണിൽ.